ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് പ്രൊഫസർ ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജെറിയാട്രിക്സ് ഡോക്ടർ പ്രിയ വിജയകുമാർ. ഹായ് മാം, വെൽക്കം ടു ഷോ. നമസ്കാരം. എന്താണ് ജെറിയാട്രിക്സ്? പീഡിയാട്രിക്സ് എന്നത് പ്രതിഭയ്ക്കും അറിയായിരിക്കുമല്ലോ, കാരണം അത് വളരെ സുപരിചിതമായൊരു പേരാണ് പീഡിയാട്രിക്സ് എന്നത്. ഇതിന് നേരെ വിപരീതമാണ് ജെറിയാട്രിക്സ്. അതായത് വയോധികരുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഇപ്പം WHO തീരുമാനം അനുസരിച്ച് 60 വയസ്സിന് മുകളിലുള്ളവരാണ് ഭാരതത്തിൽ ജെറിയാട്രിക്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സ തേടി വരുന്നത്. അവരുടെ എല്ലാവിധ ശാരീരിക മാനസിക പ്രശ്നങ്ങളെയും ഞങ്ങൾ ഈ വിഭാഗത്തിൽ കൈകാര്യം ചെയ്യും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെറിയാട്രിക്സിൽ ഞങ്ങൾക്കൊരു ടീമുണ്ട്. അപ്പോൾ ഈ ടീമിൽ ജെറിയാട്രിക്സിൽ പ്രാവീണ്യം നേടിയ ഒരു ഡോക്ടർ, അത് നമ്മൾ ജെറിയാട്രിഷ്യൻ എന്ന് പറയും. പിന്നെ ഒരു നേഴ്സ് ഉണ്ടാവും, അവർക്കും ജെറിയാട്രിക്സിൽ നമ്മൾ പരിശീലനം കൊടുക്കും. പിന്നെ ഒരു മെഡിക്കൽ സോഷ്യൽ വർക്കർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ. അപ്പം ജെറിയാട്രിക്സിൽ എൻറോൾ ചെയ്യുന്ന ഓരോ പേഷ്യൻറ്റിനെയും, അത് OPD ആയിക്കോട്ടെ അല്ലെങ്കിൽ IPD ആയിക്കോട്ടെ, നമ്മളിങ്ങനൊരു ടീമായിരിക്കും രോഗിയെ നോക്കുന്നതും ചികിത്സാവിധി നിർണ്ണയിക്കുന്നതും. ഓക്കെ. ഡോക്ടർ, ഈ പ്രായമായവരിൽ കൂടുതൽ കണ്ടുവരുന്നത് എന്തൊക്കെ തരം രോഗങ്ങളായിരിക്കും? അത് പൊതുവേ നമുക്ക് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന എല്ലാ അസുഖങ്ങളും തന്നെ, കാരണം ഇപ്പോൾ പ്രമേഹമാകാം, രക്തസമ്മർദ്ദമാകാം, അല്ലെങ്കിൽ പനി, ഇതെല്ലാം തന്നെ പ്രായമുള്ളവരിൽ വരുമ്പോൾ ഞങ്ങളതെല്ലാം ചികിത്സിക്കും. പിന്നെ ഇവർക്ക് എപ്പോഴും കുറച്ചൊരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്, കാരണം ഒരു വിഷാദ രോഗം അല്ലെങ്കിൽ കുറച്ചൊരു മാനസിക വിഭ്രാന്തി. അപ്പോൾ അതും ഞങ്ങളുടെ സെക്ഷനിൽ തന്നെ നമ്മൾ കഴിയുന്നത്ര ചികിത്സ ചെയ്യാറുണ്ട്. ആവശ്യം എന്നാണെങ്കിൽ നമ്മളത് സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേടും. പിന്നെ ഇവർ പ്രായമുള്ളൊരു വ്യക്തി വരുമ്പോൾ നമ്മൾ ഇവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതായത് ഇപ്പം വീഴ്ച, വീണു പോകുമോ എന്നുള്ളൊരു ഭയം, മൂത്രത്തിൻ്റെ നിയന്ത്രണം ഇല്ലായ്മ, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം, പിന്നെ വിഭ്രാന്തി, മാനസിക വിഭ്രാന്തി, അതായത് താൽക്കാലികമായിട്ട് വരുന്നത്, ഇതിനെ നമ്മൾ ഡെലീറിയം എന്നാണ് പറയുക. ഇതേപോലെ ഓർമ്മക്കുറവ്. അപ്പോൾ ഇതെല്ലാം പ്രായമുള്ളവരിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് നേരിട്ട് ബുദ്ധിമുട്ട് രോഗി പറയണമെന്നില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ അസുഖങ്ങളുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളത് അവരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ സോഡിയത്തിൻ്റെ അഭാവം പ്രായമായവരിൽ ഏറെ കണ്ടുവരുന്നതാണ്. അതിൻ്റെ കാരണം എന്താണ്? അത് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരുവിധം എല്ലാ വയോധികരും പ്രത്യേകിച്ച് അഡ്മിഷനായി കഴിയുമ്പോഴാണ് നമുക്ക് സോഡിയം കുറഞ്ഞു പോകുക എന്നുള്ളൊരു സ്ഥിതി ഉണ്ടാവുന്നത്. ഇതിന് കുറേ കാരണങ്ങളുണ്ട്. ഇതിൽ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഏതൊരു അണുബാധയും സോഡിയത്തിൻ്റെ അളവിന് വ്യത്യാസം വരുത്താം. ഇത് പ്രായമുള്ളവരിൽ വരുന്നൊരു വ്യത്യാസമാണ്. ഇതേപോലെ തന്നെ ചില പ്രത്യേകതരം അസുഖങ്ങൾ നമുക്ക് സോഡിയത്തിൻ്റെ കുറവ് വരുത്താം. പിന്നെ ഒരു രോഗി കഴിക്കുന്ന മരുന്നുകൾ, അതല്ലെങ്കിൽ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ, കാരണം ചില ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ ചില പ്രത്യേക ഗ്രൂപ്പ് മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സോഡിയം കുറയാം. പിന്നെ അതുകൂടാതെ പൊതുവെ നിങ്ങളും എല്ലാം കേട്ട് കാണും, കാരണം ശരീരം ശുദ്ധീകരിച്ച് വെക്കുക, അതല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കുക, അല്ലെങ്കിൽ വൃക്കകളുടെ സംരക്ഷണം. അപ്പം അങ്ങനെ ലിറ്റർ കണക്കിന് വെള്ളം കൊടുക്കുന്നൊരു പ്രവണത കണ്ടുവരാറുണ്ട്. ഇപ്പോൾ പലരും ഞങ്ങളോട് വന്നിട്ട് പറയും 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കും. പക്ഷേ ഈ വെള്ളം കൂടുതലും നമുക്ക് ഇൻഡയറക്റ്റ്ലി നമുക്ക് സോഡിയത്തിൻ്റെ കുറവിലേക്ക് നയിക്കാം. ഇതേപോലെ ഒരു രക്തസമ്മർദ്ദം, ഒരു രോഗിക്ക് ഒരു രക്തസമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഉപ്പ് ഒന്നുകിൽ പറ്റി അങ്ങ് നിർത്തും, അതല്ലെങ്കിൽ വളരെയധികം കുറച്ച് കഴിക്കും. അപ്പോൾ ഉപ്പ് കുറവും വെള്ളം കൂടുതലും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴും നമുക്ക് സോഡിയം കുറയാം. അപ്പോൾ പലപ്പോഴും സോഡിയം കുറഞ്ഞാൽ എന്തുകൊണ്ട് സോഡിയം കുറഞ്ഞു, ഇപ്പം നമ്മൾ അതിനെ ചികിത്സിക്കും, അപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ആളെ പൊക്കിക്കൊണ്ടുവരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് സോഡിയം കുറഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും നോക്കണം. പിന്നെ അതേപോലെ മരുന്നുകളിലും പ്രത്യേകിച്ചൊരു ശ്രദ്ധ നമ്മൾ വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ ഡെലീറിയം എന്ന് പറഞ്ഞു. എന്താണ് ഡെലീറിയം, ഒന്ന് വ്യക്തമാക്കാമോ? അത് താൽക്കാലികമായിട്ട് കാണുന്ന മാനസിക വിഭ്രാന്തി, അതാണ് ഡെലീറിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ICUവിൽ ഒരു വയോധികൻ അഡ്മിറ്റായി കഴിയുമ്പോൾ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കും, രാവിലെ വളരെ ശാന്തനായിരുന്നു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ ആകെ ബഹളമാണ്, ട്യൂബുകൾ വലിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, തുപ്പുന്നു, ഭക്ഷണം എന്തെങ്കിലും വായിൽ വെച്ച് കഴിഞ്ഞാൽ തുപ്പിക്കളയുന്നു, ഓക്സിജൻ മാസ്ക് വലിക്കുന്നു. അപ്പം ഇതൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഡെലീറിയത്തിൻ്റെ. ഇതും നമ്മൾ പൊതുവെ 2 തരത്തിൽ കാണും. ഒന്നുകിൽ ഇങ്ങനൊരു ബഹളം വെക്കുന്നൊരു ടെൻഡൻസി, അതിനെ ഹൈപ്പർ ആക്റ്റീവ് ഡെലീറിയം എന്ന് പറയും. അതല്ലെങ്കിൽ വേറൊരു സീക്വൻസ് എന്താണെന്ന് വെച്ചാൽ ഹൈപ്പോ ആക്റ്റീവ്. അവർ വളരെ ഒരു വികാരവും അവർക്കുണ്ടാവില്ല, എപ്പോഴും അവർ ഉറക്കത്തിലായിരിക്കും. എന്നാൽ അതൊരു ശരിയായ ഉറക്കമല്ല, അത് ഒരു തരം ഡെലീറിയം തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ സോഡിയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് ഡെലീറിയം വന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ആ മൂല കാരണത്തിനെ പരിഹരിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് ഡെലീറിയത്തിൽ നിന്ന് നിർത്താൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് ഓർമ്മക്കുറവുള്ളപ്പോഴും നമുക്ക് ഡെലീറിയം വരാനുള്ള സാധ്യതകൾ
വളരെ കൂടുതലാണ്. പിന്നെ ഒരു ചെറിയ കാര്യം വന്നാൽ പോലും ചിലപ്പോൾ ഒരു ഡെലീരിയത്തിലേക്ക് പോകാം. ഓക്കെ. നമ്മളവിടെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെലീരിയം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ പലപ്പോഴും ഡെലീരിയം നിയന്ത്രിക്കാനുള്ള മരുന്നുകളും നമുക്ക് ഈ വ്യക്തികളിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ. നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്രായമാവുന്നത് കൊണ്ടാണോ ഈ അവസ്ഥയിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയി വരുന്നത്? പ്രായമാകുന്നവർക്ക് ഇതിങ്ങനെ ഉണ്ടാകാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അതെ, ഡെലീരിയം ഉണ്ടാകാനുള്ളൊരു സാധ്യത. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഡിമെൻഷ്യ, ഈ ഡിമെൻഷ്യയുള്ള രോഗികൾക്ക് എന്തെല്ലാം ചികിത്സാ രീതികളാണ് നൽകേണ്ടത്? അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കൊരു ഗുളിക രൂപത്തിൽ അതിനെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. അപ്പം ആദ്യമായിട്ട് നമുക്കൊരു ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഓർമ്മക്കുറവ്. അപ്പോൾ ഇതിൽ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേർതിരിക്കേണ്ടത് ഒരു ഗ്രൂപ്പ് അസുഖങ്ങൾ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. അതിനെ ട്രീറ്റബിൾ കോസസ് ഓഫ് ഡിമെൻഷ്യ എന്ന് പറയും. അതേസമയം വേറൊരു ഗ്രൂപ്പുണ്ട്, അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു മരുന്ന് കൊടുത്തോ ഒരു ചികിത്സാ വിധി കൊണ്ടോ നമുക്ക് ആ ഡിമെൻഷ്യ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതിനെ വേർതിരിച്ചെടുക്കും. അപ്പം ട്രീറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ട് ട്രൈ ചെയ്യാവുന്ന ഡിമെൻഷ്യാസാണ് ഉദാഹരണത്തിന് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉള്ളത്. അതേപോലെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ്, അതല്ലെങ്കിൽ ഒരു വീഴ്ച വന്നു, തലച്ചോറിനൊരു ബ്ലഡ് ക്ലോട്ട് വന്നു, താൽക്കാലികമായിട്ട് അവർക്ക് ഓർമ്മക്കുറവ് വരെ കാണിച്ചേക്കാം. പക്ഷേ നമ്മൾ ആ ക്ലോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നോർമലാകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ട്രീറ്റബിൾ കോസ് ഓഫ് ഡിമെൻഷ്യയിലുണ്ട്. പക്ഷേ അതേസമയം വേറൊരു ഗ്രൂപ്പ് നോൺ ട്രീറ്റബിൾ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിലാണ് നമ്മുടെ അൽസീമേഴ്സ് ഡിമെൻഷ്യയൊക്കെ വരുന്നത്. അതേപോലെ പാർക്കിൻസൺസും വന്നു കഴിഞ്ഞാൽ വരുന്ന ഓർമ്മക്കുറവ്, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ. അപ്പം ഇങ്ങനെ 3-4 അസുഖങ്ങൾ ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. പക്ഷെ അവിടുത്തെ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മരുന്ന് കൊടുത്ത് അവരെ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. ഇപ്പോൾ അൽഷിമേഴ്സിന് തന്നെ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ നമുക്ക് 2 ഗ്രൂപ്പ് മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. മൂന്നാമതൊരു ഗ്രൂപ്പ് വരുന്നേ ഉള്ളൂ, ട്രയൽസ് കഴിഞ്ഞു, ഇപ്പോൾ US-ലുണ്ട്. പക്ഷെ ഇപ്പം ഇപ്പോൾ നിലവിലുള്ള 2 മരുന്നുകളും ഓർമ്മക്കുറവിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാം. കാരണം അതിൻ്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിനെ നമുക്ക് നിയന്ത്രിക്കാം. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇവരെ പഴയതുപോലെ ആക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് മരുന്നിൽ. അപ്പോൾ എപ്പോഴും ഡിമെൻഷ്യ എന്നുള്ളൊരു ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും മരുന്നുകൾ നമ്മൾ കൊടുക്കും. പക്ഷേ കൂടാതെ അവരെ പരിചരിക്കുന്ന വ്യക്തികൾക്ക്, കാരണം കെയർ ഗിവർ സ്ട്രെസ്സാണ് ഡിമെൻഷ്യ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം രോഗിയെ പരിചരിക്കുന്ന വ്യക്തികളെ നമ്മൾ കുറേ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇപ്പം ഡേ കെയർ സെൻറ്റേഴ്സ് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിമെൻഷ്യ രോഗികൾക്കുണ്ട് കുറച്ച് ഡേ കെയർ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പകൽ അവിടെ പോകുകയാണെങ്കിൽ നോക്കുന്ന ആളുകൾക്ക് കുറച്ചൊരു വിശ്രമം നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ഈ ഒരു അസുഖത്തിനെ നമ്മൾ മുന്നോട്ടേക്ക് ഒരുവിധം കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. പ്രായമായ വ്യക്തികൾക്ക് മരുന്ന് സ്ലോ ആയിട്ടാണോ ഡോക്ടർ എഫക്റ്റ് ആവുന്നത്? അങ്ങനെയില്ല. കാരണം നമ്മളെപ്പോഴും മരുന്നുകൾ കൊടുക്കുന്നതിലൊരു വ്യത്യാസമുണ്ടാവും. ഇപ്പോൾ ഒരാളുടെ ശരീരത്തിൻ്റെ ഭാരം, അതേപോലെ വൃക്കകളുടെ പ്രവർത്തനം, അതിനനുസരിച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞങ്ങളെപ്പോഴും പ്രായമുള്ള വ്യക്തികൾ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യും. ഇതേപോലെ അവരുടെ അവയവങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് അതും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇവരുടെ മരുന്നുകൾ നിശ്ചയിക്കുക. അപ്പോൾ ഡോസേജിൻ്റെ കുറച്ചൊരു വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഫലം വരാൻ നമുക്ക് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ ചെറുപ്പക്കാരെ അപേക്ഷിച്ച്. മാത്രമല്ല നമ്മൾ ഏത് രീതിയിൽ ഒരു മരുന്ന് കൊടുത്താലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫൈറ്റിംഗ് കപ്പാസിറ്റി, അതായത് ഫിസിയോളജിക്കൽ റിസർവ്, അത് ഓരോ അവയവത്തിനും നമ്മുടെ നമ്മൾ മരുന്ന് കൊടുച്ചാൽ അത് ഭരിക്കണമെങ്കിൽ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കണം. ആ പ്രതികരണ ശക്തി ഓരോ വ്യക്തിക്കും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ 2 പേര് 80 വയസ്സുണ്ട്, പക്ഷേ ഒരാളുടെ പ്രതികരണ ശക്തി പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ. അപ്പോൾ ആ പ്രതികരണ ശക്തി വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ മരുന്നുകൾ കൊടുത്താലും ശരീരത്തിൻ്റെ ആ ഒരു പ്രതികരണ ശക്തിയും കൂടെ വന്നാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു പ്രായം കഴിയുമ്പോൾ ആൾക്കാരുടെ ഉറക്കം കുറഞ്ഞു തുടങ്ങും. അപ്പോൾ കേട്ടിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ ന്യൂറോൺസ് ഒക്കെ കുറയുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഉറക്കം കുറയുന്നത്. ഇതെന്തെങ്കിലും വാസ്തവമാണ്? ന്യൂറോൺസിൻ്റെ എണ്ണവുമായിട്ടൊരു ബന്ധമില്ല. അത് കൂടുതലും നമ്മുടെ ആ ഒരു തലച്ചോറ് ചുരുങ്ങുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ഡിമെൻഷ്യ നമുക്ക് വരാം. ഉറക്കം പൊതുവേ 1-2 സിമ്പിളായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ആക്ടിവിറ്റി തന്നെ കുറയും. ഇപ്പം പ്രായമായി വരും തോറും നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനവും എല്ലാം മന്ദഗതിയിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം കിട്ടുന്ന ആ ഒരു സ്ലീപ്പ് സൈക്കിളിനെയും ഈ ഒരു പ്രായമായി വരുമ്പോൾ അതിനെ ഒന്ന് ബാധിക്കും. അപ്പം നമുക്ക് അപ്പോഴും നമ്മളൊരു റുട്ടീൻ വെക്കാൻ ശ്രമിക്കുക. കാരണം ഒരു കൃത്യസമയത്ത് കിടക്കുക, ഉറക്കം വരുന്ന രീതിയിൽ. അതായത് പലപ്പോഴും ഇപ്പം കിടക്കുന്ന സമയത്ത് ടെലിവിഷൻ, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ എല്ലാവരും ഫോണാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നാച്ചുറലി സ്റ്റിമുലേറ്റഡ് ആവും.
അപ്പോൾ അങ്ങനെ വരാതെ നമ്മൾ ആ ഒരു സമയത്ത് കിടക്കുക, ഉറങ്ങാനൊരു ശ്രമം നടത്തി നോക്കുക, പകലുറക്കം കഴിയുന്നത്ര കുറയ്ക്കുക. അതിപ്പോൾ ചിലർ അരമണിക്കൂറിൽ 45 മിനിറ്റെങ്കിലും ഉച്ചയ്ക്ക് കിടക്കുക, അത് പറ്റുവാണെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ പകൽ നമുക്കൊരു അധ്വാനം അതല്ലെങ്കിൽ ഒരു റെഗുലർ എക്സസൈസ്, അപ്പോൾ ശരീരം കുറച്ചുകൂടെ ക്ഷീണിക്കും, അപ്പം നമുക്ക് രാത്രി കുറച്ചുകൂടെ ഉറങ്ങാൻ പറ്റും. വേറൊരു ഇതുള്ളത് രാത്രി വെള്ളം കുടിക്കുന്ന ശീലം. പലരും വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂത്രത്തിൻ്റെ നിയന്ത്രണം, മൂത്രം ഒഴിക്കണമെന്ന് തോന്നും, അപ്പം നമ്മൾ എഴുന്നേൽക്കും. ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റാലും പിന്നെ വന്ന് കിടക്കുമ്പോൾ അവർക്ക് ഉറക്കം കിട്ടിയെന്ന് വരും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അവർ ഒരു തവണ ഉറക്കം മുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത് ഉറക്കം കിട്ടാൻ പ്രയാസമാണ്. അപ്പം നമ്മൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദ്രാവകത്തിൻ്റെ അളവ് നമ്മളതൊരു 2 ലിറ്റർ അല്ലെങ്കിൽ നല്ല വേനൽക്കാലമാകുമ്പോൾ ഒരു 2.5 ലിറ്റർ. പലപ്പോഴും പ്രായമുള്ളവർക്ക് അത്രയും വെള്ളം മതിയാവും. അത് പകൽ സമയത്തായിട്ട് കുടിക്കുക. അപ്പോൾ രാത്രി ഗുളികകൾ കഴിക്കണമെങ്കിൽ തന്നെ മിനിമം വെള്ളത്തിൽ ഗുളിക കഴിക്കുക. അപ്പോൾ പിന്നെ രാത്രി എഴുന്നേൽക്കേണ്ട അവസരങ്ങളും ചുരുങ്ങും. പിന്നെ ഇതെല്ലാം ചെയ്താലും ചില അവസരങ്ങളിൽ നമുക്ക് ഉറക്ക ഗുളികകളുടെ സഹായം നമുക്ക് വേണ്ടി വരും. അപ്പം അത് ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്, നമ്മളതിലേക്ക് നമ്മൾ പോകും. പിന്നെ ചിലർക്ക് ഡിപ്രഷൻ, വിഷാദരോഗം കാരണം ചിലപ്പോൾ ഉറക്കം വരില്ല. പിന്നെ ചിന്തകൾ, ആങ്സൈറ്റി വേറൊരു വലിയൊരു റീസണാണ് പ്രായമുള്ളവർക്ക്. കാരണം അവർ രാത്രി കിടക്കുമ്പോഴേക്കും അവർക്ക് പലതരം ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കയറി വരിക. അപ്പം അതിനും ഒക്കെ ചിലപ്പോൾ നമുക്ക് മരുന്ന് കൊടുത്ത് നമ്മളവരെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഈ വയസ്സായ ആൾക്കാർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഫോൾസ് എന്തെല്ലാമാണ്? അത് ഫോൾസ് എന്ന് പറയുന്നത് അത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് വീഴ്ച. കാരണം വീഴ്ച വന്നു കഴിഞ്ഞാൽ ശരിയാണ്, നമുക്കൊരു ഫ്രാക്ചർ ചിലപ്പോൾ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാകാം, അതിതാകാം. പക്ഷേ എന്തുകൊണ്ട് വീഴ്ച വന്നു, ആ കാരണത്തെ തടയാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. കാരണം ഒരിക്കൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെയും വീഴുമോ എന്നുള്ളൊരു ഭയം തന്നെ അവരുടെ ജീവിത നിലവാരത്തിനെ വളരെയധികം ബാധിക്കും. ഇപ്പോൾ പലപ്പോഴും വളരെ സ്വതന്ത്രമായി സ്വന്തം കാര്യങ്ങൾ ചെയ്തിരുന്ന വ്യക്തികൾ പോലും മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് ഫോൾസ് കൊണ്ടുപോകും. അപ്പോൾ ഫോൾസിൻ്റെയും ഇതേപോലെ തന്നെ അസുഖങ്ങൾ, നമ്മുടെ ആന്തരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും, ഇപ്പോൾ ഹൃദയത്തിൻ്റെതാവട്ടെ, അങ്ങനെ പല വിഷമങ്ങൾ, അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് അങ്ങനെയുള്ള കാരണങ്ങൾ നമുക്ക് വീഴ്ചയിലേക്ക് നയിക്കാം. ഇപ്പോൾ പ്രമേഹത്തിൽ പെരിഫറൽ ന്യൂറോപ്പത്തി, ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് വീഴ്ചകൾ വരാം. പക്ഷേ ഇതെല്ലാം കൂടാതെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവർ ജീവിക്കുന്ന പരിസരം എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോൾ ഇപ്പോഴെല്ലാം നമുക്ക് വളരെ സ്മൂത്തായിട്ടും ഇതൊക്കെ ആയിട്ടുള്ള നിലങ്ങളാണ്, തെന്നാൻ നല്ല സാധ്യതയുണ്ട്. വെള്ളം വീണാലും നമ്മൾ അറിയ പോലുമില്ല. ഇപ്പോൾ പഴയ നമ്മുടെ തറയോടൊക്കെ ആണെങ്കിൽ വെള്ളം വലിച്ചെടുക്കും. ഇപ്പോഴത്തെ നമ്മുടെ മാർബിളോ ഗ്രാനൈറ്റോ ഒന്നും വെള്ളം വലിച്ചെടുക്കില്ല, കിടക്കുന്നത് കാണുകയില്ല, നമ്മൾ തെന്നി വീഴും. പിന്നെ എപ്പോഴും ഇവർ നടക്കുന്ന സ്ഥലം എപ്പോഴും നല്ല ക്ലിയർ ആക്കി ഇടുക. കാരണം അമിതമായിട്ടുള്ള വീട്ടുപകരണങ്ങളൊക്കെ നിറച്ച് അവരുടെ സ്ഥലങ്ങളിൽ അത് ഒരു തടസ്സമായിട്ട് നിൽക്കാതിരിക്കുക. പിന്നെ ഈ മിനുസമുള്ള തറയാകുമ്പോൾ അവിടെ കാർപ്പറ്റ് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കാർപ്പറ്റോട് കൂടി തന്നെ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെയും രാത്രി അവർക്ക് എഴുന്നേൽക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ അവരുടെ കൈ എത്താവുന്ന ദൂരത്തിൽ അവർക്കുള്ള ലൈറ്റ് ഉണ്ടാവണം. അതേപോലെ ഇപ്പോൾ ചില രോഗികളോട് നമ്മൾ കർശനമായിട്ട് നിർദ്ദേശിക്കും അവരെഴുന്നേൽക്കുമ്പോൾ കൂടെ ഒരാളെ വിളിക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തവണ പോലും രാത്രി എഴുന്നേൽക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. കഴിയുന്നത്ര സുഖമായിട്ട് രാത്രി ഉറങ്ങി പകൽ രാത്രി എത്രയാണെങ്കിലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഉറക്കത്തിൻ്റെ ഒരു മൂഡിലായിരിക്കും നമ്മൾ. അപ്പോൾ ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യതകൾ പിന്നെയും കൂടുതലാണ്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ യൂറിനറി ഇൻകോൺസിനൻസ് അതൊരു മേജർ ഇഷ്യൂ ആണ്. അത് എന്താണ് കാരണം എന്ന് പറയാമോ? ഇത് പലപ്പോഴും രോഗികൾ നമ്മളോട് പറയാറില്ല. കാരണം ഒരു യൂറിനറി ഇപ്പം മൂത്രത്തിൻ്റെ നിയന്ത്രണം ഇല്ലായ്മ അത് പറയാൻ അവർക്ക് പലപ്പോഴും മടിയാണ്. അപ്പം നമ്മളത് ചോദിച്ച് മനസ്സിലാക്കുകയാണ് പലപ്പോഴും ചെയ്യുക. പിന്നെ ഈ ഒരു അവസ്ഥ കൂടുതലും സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളോട് അവർ വന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഫംഗ്ഷനൊന്നും പോകാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ആരാധനാലയങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇതായിരിക്കും റീസൺ. ഇതിൻ്റെയും പല കാരണങ്ങളുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ കാരണങ്ങളെ നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. പിന്നെ 1-2 മരുന്നുകൾ നമുക്ക് മൂത്രത്തിൻ്റെ കൺട്രോളിന് തന്നെ വേണ്ടിയിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് അപ്പം അതും ചെയ്യാൻ പറ്റും. ചില അവസരങ്ങളിൽ പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ അങ്ങോട്ട് 100% ചിലപ്പം കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നും വരും. ഡോക്ടർ, അതുപോലെ തന്നെ എന്താണ് ഈ പ്രഷർ അൾസർ? അത് കൂടുതലായിട്ടും കിടന്നു പോകുന്ന വ്യക്തികളിലാണ് പ്രഷർ അൾസർ കാണുക. അപ്പം കിടന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ഒരൊറ്റ കിടപ്പിൽ ഒരേ രീതിയിൽ ഇങ്ങനെ കിടക്കും. ഇവരുടെ തൊലി വളരെ മാർദ്ദമുള്ളതാണ്. അപ്പം ഒരേ എടുത്ത് പ്രഷർ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് എല്ലുകളും നമ്മൾ കിടക്കുന്ന സ്ഥലവുമായിട്ട് വരുന്ന ആ ഭാഗങ്ങൾ, ഇപ്പം നമ്മുടെ തോളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ
താഴത്തോട്ടുള്ള ഭാഗങ്ങൾ, അപ്പോൾ ഇടുപ്പിൻ്റെ ഭാഗങ്ങൾ അവിടേക്കാണ്. അപ്പോൾ എല്ലുമായിട്ട് പ്രഷർ വരുന്നിടത്താണ് ഉപ്പൂറ്റി. അപ്പോൾ അവിടേക്കാണ് ഈ പ്രഷർ അൾസർ വരാനുള്ള സാധ്യത. അപ്പോൾ എപ്പോഴും ഒരു രോഗി കിടന്നു പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു ആൽഫ ബെഡ് അല്ലെങ്കിൽ എയർ ബെഡിൽ കിടത്തുക. നമ്മൾ വാട്ടർ ബെഡ് ഉപദേശിക്കാറില്ല. കാരണം വാട്ടർ ബെഡിൽ കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം പിന്നെയും ഡിസ്പ്ലേസ്ഡ് ആയി പോകും. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സർഫസുമായിട്ട് നമ്മുടെ തൊലി ആ ഒരു സ്പർശനം വരും. അപ്പോൾ എപ്പോഴും നല്ലത് എയർ ബെഡാണ്. ഇനി എയർ ബെഡിൽ കിടത്തിയാൽ തന്നെ നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ച് കിടത്തണം. ഓക്കെ. അതല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെയും നമ്മൾ വീഴ്ചയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇത് കരിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ ഇത് എയർ ബെഡ് ഉപയോഗിക്കുക. എയർ ബെഡിൽ കിടന്നാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് കിടത്തുക. പിന്നെ നമ്മൾ പോഷകങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പം ഹിമോഗ്ലോബിൻ കുറവാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം. പ്രോട്ടീൻസ് കുറവാണെങ്കിൽ കറക്റ്റ് ചെയ്യുക. കാരണം അതൊക്കെ പിന്നെ തൊലി എപ്പോഴും നല്ല മാർദ്ദവമാക്കി വെക്കുക. ഇപ്പം മുറിവെണ്ണ പരട്ടാം. ഇപ്പം മുറിവെണ്ണയാണ് സാധാരണ, അത് വളരെ നന്നായിട്ട് ഇതാകും. അപ്പം അത് പരട്ടി കഴിഞ്ഞാൽ നമുക്ക് തൊലി പൊട്ടുന്നത് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പോസ്റ്റുലർ ഹൈപ്പർ ടെൻഷൻ അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? അത് നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പോസ്ചർ അനുസരിച്ച് BP വ്യത്യാസം വരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പം കിടന്നാണ് സാധാരണ നമ്മൾ BP റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വ്യക്തിയെ നിന്ന് BP നോക്കുമ്പോഴേക്ക് ചിലപ്പം പ്രഷറിൽ താഴ്ച വരും. ഓക്കെ. അപ്പം അതിന് ഞങ്ങൾക്കൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം മുകളിലത്തെ പ്രഷറും താഴത്തെ പ്രഷറും ഇത്ര മില്ലിമീറ്ററിൽ കൂടുതൽ വന്നാൽ നമ്മൾ പോസ്ചറൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഇവിടെയും ഇത് പോസ്ചറൽ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക രോഗി വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ഇവിടെയും മരുന്നുകൾ നല്ലൊരു രീതിയിൽ പോസ്ചറൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാം. പിന്നെ ചില രോഗങ്ങളുണ്ട് പോസ്ചറൽ ഹൈപ്പർ ടെൻഷനിലേക്ക് പോകാവുന്നത്. അപ്പോൾ അതും ഇതേപോലെ കാരണം നോക്കുക, കറക്റ്റ് ചെയ്യുക, അങ്ങനെ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ. വാർദ്ധക്യത്തിൽ ആൾക്കാർ അനുഭവിക്കുന്ന വേറെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പനി മുതൽ പനിയാകാം, പ്രമേഹം, രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ഫിസിഷ്യൻ ചെറുപ്പക്കാരിൽ നോക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഞങ്ങൾ ജെറിയാട്രിക്സിലും കൈകാര്യം ചെയ്യും. ഇതുകൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന മാനസിക പ്രശ്നങ്ങൾ, അപ്പോൾ അതിൽ വിഷാദരോഗമാകാം, ആങ്സൈറ്റി ആകാം, അല്ലെങ്കിൽ വിഭ്രാന്തി. അപ്പം ഇതും നമ്മൾ അഡ്രസ്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും ജിറിയാട്രിക്സ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഗുണനിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ് ഈ വയോധികരുടെ നിലനിർത്തുക. പിന്നെ അവരുടെ ഡിപ്പെൻഡൻസി, മറ്റുള്ളവരുടെ സഹായം തേടുന്ന ഒരവസ്ഥയിൽ നിന്ന് എത്രയും അവരെ ഒഴിവാക്കാമോ അത്രയും ശ്രദ്ധിക്കുക. അപ്പം നമുക്കിവിടെ രോഗനിർണയം, അതുകൂടാതെ തന്നെ അതിൻ്റെ പ്രതിവിധികൾ, അതായത് ഇൻക്ലൂഡിങ് റീഹാബിലിറ്റേഷൻ നമ്മൾ ജിറിയാട്രിക്സിൽ ചെയ്തു കൊടുക്കും. അപ്പം ഒരു ജിറിയാട്രിഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അസുഖത്തിൻ്റെ ഡയഗ്നോസിസ് അല്ല. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രോബ്ലം ലിസ്റ്റാണ്. ആ പ്രോബ്ലം ലിസ്റ്റിൽ ഇപ്പോൾ കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, വീഴ്ച, മൂത്രത്തിൻ്റെ നിയന്ത്രണമില്ലായ്മ, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ അവരുടെ പ്രമേഹം ഉണ്ടെങ്കിൽ പ്രമേഹം, അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, ഇങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലം ലിസ്റ്റ്. അപ്പം നമ്മൾ ഇതിൽ ഓരോ അസുഖത്തിനെ, ഇപ്പോൾ കാഴ്ചക്കുറവാണെങ്കിൽ ഞങ്ങൾക്കത് വളരെ പ്രാധാന്യമാണ്. കാരണം ഒരു വീഴ്ചയ്ക്ക് അത് മതി കാരണം. അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ഇപ്പോൾ വായന അല്ലെങ്കിൽ ടെലിവിഷൻ കാണുക, ഫോൺ കാണുക, ഇതൊന്നും അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം പിന്നെയും നമുക്ക് പല പ്രശ്നങ്ങൾ, അതുമല്ല ഏകാന്തത, ഇതിലേക്കൊക്കെ അവരെ നയിക്കും. അപ്പോൾ അതുകൊണ്ടിപ്പം കാഴ്ചക്കുറവാണെങ്കിൽ നമ്മളപ്പോൾ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കുക. അതിൻ്റെ എന്താണ് കാരണം എന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യുക. അപ്പം ഈ പ്രോബ്ലം ലിസ്റ്റിൽ പലപ്പോഴും നമുക്ക് സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം വേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ അവരെ അതിനെ റെഫർ ചെയ്യും. തിരിച്ച് നമ്മൾ ആ രോഗിയെ നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഇനി ഇവരുടെ ഈ ചികിത്സാ നിർണയത്തിൽ പ്രധാന പങ്ക് ഡയറ്റീഷ്യനുണ്ട്. കാരണം നമ്മുടെ പോഷകാഹാരം, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണോ പോഷകാഹാരം, അതായത് ബാലൻസ്ഡ് ഡയറ്റ്, അതേപോലൊരു ഡയറ്റ് നമ്മൾ പ്രായമുള്ളവരിലും കൊടുക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ അതും വ്യക്തിപരമാണ്. ഇപ്പം ഇത്ര അന്നജം വേണം, ഇത്ര മാംസ്യം വേണം, ഇത്ര കൊഴുപ്പ് വേണം, അത് നമ്മൾ ഓരോ വ്യക്തികളുടെ അസുഖങ്ങളും കൂടെ വെച്ചിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം. കാരണം നമുക്ക് ഏതൊരു ഏജും 90 വയസ്സിലും നമുക്ക് വ്യായാമം ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പിന്നെ കഴിയുന്നത്ര ഒരു രോഗി കിടപ്പാകാതെ, കാരണം കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം കഴിയുന്നത്ര കിടപ്പിലാകാതെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കും. ഓക്കെ. ഡോക്ടർ ഇപ്പോൾ ഈ പ്രോട്ടീൻ്റെ ലിസ്റ്റ് പോലെ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ വയസ്സായ ആൾക്കാർക്ക് കൊടുക്കേണ്ട ആഹാര രീതി എന്തൊക്കെയാണ്, അതൊന്ന് വിശദീകരിച്ച് പറയാമോ? അതെ, അതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക്
നമുക്ക് ഒരു ഡയറ്റ് പാറ്റേൺ, ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ അസുഖങ്ങൾ കൺസിഡർ ചെയ്യണം, അവർ കഴിക്കുന്ന മരുന്നുകൾ വേണം, പിന്നെ അവർക്ക് എന്തുമാത്രം കഴിക്കാം. ഇപ്പോൾ പല്ലില്ലാത്തൊരു വ്യക്തിക്ക് തന്നെ നമ്മൾ അവരുടെ ഭക്ഷണം അതിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി വരും. പക്ഷെ അപ്പോഴും നമ്മളൊരു ആളുടെ പൊക്കവും തൂക്കവും അനുസരിച്ച് നമുക്ക് അവർക്ക് എത്ര കാലറി വേണം എന്നൊരു കണക്ക് നമുക്കുണ്ട്. അപ്പോൾ ആ കാലറിയിൽ ഇത്ര ശതമാനം അന്നജം, ഇത്ര ശതമാനം പ്രോട്ടീൻ, ഇത്ര ശതമാനം കൊഴുപ്പ്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൂടുതൽ കൊടുക്കാം. അതാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മാംസത്തിൻ്റെ അളവ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, നമ്മളത് കുറയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇതിൽ എല്ലാം ബാലൻസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഒരു പ്രമേഹ രോഗിയാണെങ്കിലും നമ്മൾ അവരോട് പഴങ്ങൾ ഒട്ടും വേണ്ട, ആ ഒരു രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങളുണ്ടാവും, നമ്മളത് അവർക്ക് കഴിക്കാൻ കൊടുക്കുക. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അപ്പൂപ്പന്മാർക്കൊക്കെ അവർക്ക് കപ്പ നല്ല ഇഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിൻ്റെ പുഴുക്ക് അവർക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ പലപ്പോഴും പ്രമേഹ രോഗികളാകുമ്പോൾ അതൊന്നും കഴിക്കരുതെന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മളത് അങ്ങനെ ആക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്കൊരു ദിവസം നമ്മൾ പുഴുക്ക് കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ചോറിൻ്റെ അളവ് നമ്മളൊന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ചോറ് ഉപേക്ഷിക്കുക. കാരണം ഇതെല്ലാം വരുന്ന അന്നജനത്തിലാണ്. അപ്പം നമ്മളെപ്പോഴും പ്രായമുള്ളവരിൽ ഞങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് കൺസിഡറേഷൻ ചെയ്യും. കാരണം നമ്മൾ അവരുടെ പ്രായത്തിനെ നമ്മളൊന്ന് മാനിക്കും. അപ്പോൾ അവർക്കൊരു സാധനം കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് കഴിക്കാൻ പറ്റും എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ കൊടുക്കും. ഒത്തിരി വിലയേറിയ ഇൻഫർമേഷൻസ് ഞാൻ കൺവേ ചെയ്തു. താങ്ക് യു ഡോക്ടർ. നമസ്കാരം.